അപ്പൊ നിസ്കരിച്ചിട്ട് വരേ. അറബിയിലാണ് പേര് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇത് യാമിയും ഊഞ്ഞാല വന്നോ. നാളത്തേക്കുള്ള സമ്മാനൊക്കെ ആയിട്ടോ നാത്തൂന്ന് വന്നിട്ടുള്ളത്. യാമി, യാമിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണല്ലോ. യാമിക്കുട്ടിന്റെ മുടിയൊക്കെ ബർത്ത്ഡേ വെട്ടി കൊടുക്കാട്ടോ. പിന്നെ പപ്പ ബാർബർ ആയതുകൊണ്ട് പിന്നെ നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടില്ലല്ലേ. ബാർബർ ഷോപ്പ് വീട്ടിൽ തന്നെ. ഇന്നാണ് ആ ഒരു എൻ്റെ ലൈഫിലെ ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യം. അതായത് സന്തോഷം അത്രയും കൂടാൻ കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു സന്തോഷം വന്ന ദിവസം യാമിക്കുട്ടിന്റെ പിറന്നാള്. അപ്പൊ യാമിക്കുട്ടിക്ക് 2 വയസ്സായത് പ്രമാണിച്ച് ഞങ്ങള് ഈ റൂമിലത്തെ കട്ടിലൊക്കെ താഴത്തേക്ക് ഇട്ടിട്ടോ. ഈ റൂമിലത്തെ കട്ടിൽ മോളിൽ കൊണ്ടുപോയിട്ടിട്ട് ഇവിടെ നിലത്ത് പെട്ടിട്ട് കാരണം ഒറ്റക്ക് കിടത്തുമ്പോൾ താഴത്ത് കിടത്തിയാലോ എന്ന് വിചാരിച്ചു. നല്ല സൗകര്യമായിരുന്നു കേട്ടോ. അത് അങ്ങനെ ഒരു റൂമും കിട്ടും ആയതുകൊണ്ട് നല്ല സുഖമായിരുന്നു. ഇപ്പൊ എന്തായാലും മോള് ഇറങ്ങി വരാനൊക്കെ ആയി. യാമേ വായോ ബൈ. ബർത്ത്ഡേ ഗേൾ. ബർത്ത്ഡേ ഗേൾ വലിയ കുട്ടിയായി. 2 വയസ്സായപ്പോ യാമിക്കുട്ടി വലിയ കുട്ടിയായോ നോക്കി നോക്കി എല്ലാരും പെണ്ണെ. അപ്പൊ ഈ ഒരു പ്രായത്തിൽ എനിക്ക് ഇങ്ങനെ മോമൻ ഡോക്ടർ കോംബോ ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിട്ട് വന്ന ആളാണിത് അല്ലേ മാമിക്കുട്ടി. യാമിക്കുട്ടിക്ക് എത്ര വയസ്സായി? ഓരോട് പറ. 2 വയസ്സായോ? 2 വയസ്സായി. 2 വയസ്സായില്ലേ യാമിക്കുട്ടിക്ക്? യാമിക്കുട്ടിക്ക് ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളെ ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത്. ഇപ്പൊ ഇതെല്ലാരും ചോദിക്കും ഇത് എത്രയാണ്, ഇത് എങ്ങനെയാണ് അറബിയിലാണ് പേര് എഴുതിയിരിക്കുന്നത്. ഇത് യാമിയും ഇത് റോയും. ഇതിങ്ങനെ അരപ്പവനാണ് കേട്ടോ. ഇതിങ്ങനെ കഴിച്ചതിന് കണ്ടപ്പോ നേഹ ജ്വല്ലറി പറഞ്ഞുണ്ടാക്കിച്ചതാണ്. യാമിക്കുട്ടിന്റെ ബർത്ത്ഡേ യാമിക്കുട്ടിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഓ ഇഷ്ടപ്പെട്ടോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. നീ പപ്പക്കും മമ്മക്കൊക്കെ കേക്ക് കൊണ്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഇന്നിവിടെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ ആഘോഷം മണ്ണാർക്കാട് കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മൾ പോയിരുന്നില്ലേ, അത് വേറൊരു സ്ഥാപനമായിരുന്നു. ഇത് വേറെ കുറച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ഥാപനത്തിലേക്കാണ് കേട്ടോ പോണത്. ഇന്നിപ്പോ ഇവിടെ കട ബിരിയാണി ഉണ്ട്, ഒന്നും പറയാനില്ലാത്ത ബിരിയാണി. പിന്നെ കട അമ്മ ഇപ്പം വരുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മളെ മരുമോള് വരുന്നുണ്ട്, റനമോള്. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. നമ്മുടെ കട ബിരിയാണി വെക്കാനുള്ള തകൃതിയിലാണ്. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ എന്തായാലും സ്പെഷ്യൽ ആക്കാരി. അപ്പൊ എന്തായാലും സ്പെഷ്യൽ ഉണ്ടാക്കൽ ഇവിടെ ഇരിക്കാണ് കേട്ടോ. ഒക്കെയാണ് ഉസ്താദ്. പിന്നെ ഞാനാണെങ്കിൽ ചെറിയ കുട്ടികളുടെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. ബർത്ത്ഡേ ആയിട്ട് യാമിക്കുട്ടിന്റെ വീടൊക്കെ ഒരുക്കട്ടെ. ഇന്ന് യാമിക്കുട്ടി ബർത്ത്ഡേ ആയിട്ട് നേരത്തെ നീറ്റു കേട്ടോ. അതുകൊണ്ട് എനിക്ക് എന്റെ ഈ പണികളൊക്കെ വൈകി. ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കൽ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നത്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ഇങ്ങനെയൊക്കെയാണ്. ഇനി നാളെ എല്ലാരും വരും കേട്ടോ. അപ്പൊ കുറെ ആയി ഇവിടെ 2 വീട്ടുകാരും കൂടിയിട്ടുള്ള വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. കഴിഞ്ഞ നോമ്പ് തുറക്കാണ് കേട്ടോ. അപ്പൊ അതായത് ഏകദേശം ഒരു കൊല്ലാവാനായി. ഇന്ന് യാമിക്കുട്ടിയുടെ ബർത്ത്ഡേ ആകുമ്പോ നമുക്ക് എല്ലാരും വിളിക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാരും ഒരു കൂടൽ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നാളെ യാമിക്കുട്ടിന്റെ ബർത്ത്ഡേ വീട്ടിൽ ആഘോഷിക്കണം. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. നാളെ എല്ലാരും വരുന്നതിന്റെയും കൂടുന്നതിന്റെയും അതിന്റെ ഒരുക്കങ്ങളുടെയും ഒക്കെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഡ്രസ് കോഡൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പൊ നിങ്ങളെല്ലാവരും ബെഡ്ഷീറ്റ് ചോദിക്കട്ടെ. ഈ ബെഡ്ഷീറ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനും ഭയങ്കര സന്തോഷമുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ. പരസ്യം നല്ലേ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് ഓൺലൈനായിട്ട്. 1800 രൂപ കേട്ടോ. 2 കുഷ്യൻ കവറും ബെഡ്ഷീറ്റും പിന്നെ ഈ ബെഡ് സ്പ്രെഡും. നല്ല രസമുണ്ട് കാണാൻ പ്രിന്റൊക്കെ. മമ്മക്കുള്ള അപ്പ നിസ്കരിച്ചിട്ട് വരൂ കേട്ടോ. ഇപ്പൊ വരും പപ്പട്ട. വേഗം വേണം ചോക്ലേറ്റ് കൊണ്ടുവരണം കേട്ടോ. കാര്യണ്ടടി. അപ്പ എങ്ങനെ പോയി കാറില് മേലെക്കൂടി പോയോ? മാമിനെ കൊണ്ടുപോവാതെ കണ്ണീരെ കൊലിച്ചിക്കണ് ബർത്ത്ഡേ ഒക്കെ ആയിട്ട്. താങ്ക് യു. നല്ല കുട്ടിയാ മാമിക്കുട്ടി. യമ്മിയ വായ നോക്കി നോക്ക്. യമ്മിന്റെ ബീൻ ബാഗിൽ ബീന് നിറക്കുക.
ഷെഫ്മോന്റെ ബീൻ ബാഗാണ് കേട്ടോ, ഓൻ വാങ്ങിച്ചതാണിത്. പക്ഷെ ആമിക്കുട്ടിക്ക് ഇരിക്കാതെ നല്ല കംഫർട്ടായിട്ട്, കാരണം കുട്ടികൾ വീഴില്ല, കുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനെ കയറി ഇരിക്കും. കസേരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വീഴുമല്ലോ, ഇതിമ്മൊന്നും വീഴില്ല, വീണാലും ഇതിമ്മക്ക് തന്നെയല്ലേ വീഴുക. അപ്പൊ ഇതിന്റെ ബീനൊക്കെ ചുങ്ങിയിരിക്കണം. അപ്പൊ ഞാനൊരു ചാക്ക് ബീന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇവിടെ ഒരു സിബ് ഉണ്ടാവും, ഒരു വെൽക്രം ഉണ്ട്, വെൽക്രത്തിന്റെ ഉള്ളിലാണ് സിബ്. ഇതൊന്നും യാമിക്കുട്ടി കണ്ടിട്ടില്ല പഠിച്ചോനെ. ഇതൊക്കെ കാണിച്ചു കൊടുത്താലും ഇതൊക്കെ ഓപ്പൺ ചെയ്ത് എടുക്കലാക്കാനും പരിപാടി ഇങ്ങനെയൊക്കെ ഉണ്ടടി. അമ്മേ യാമിക്കുട്ടിക്ക് ഇപ്പൊ ഇത് കാണിച്ചു കൊടുത്തത് അബദ്ധമായോന്നൊരു സംശയം. അതിന് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ, മമ്മ അത് അങ്ങോട്ട് കൊണ്ടുപോവല്ലേ, ഈ മമ്മ കൊണ്ടുപോകട്ടാ. മമ്മാനെ പേടിപ്പിക്കാനാ ഭദ്രകാളിയായിട്ട്. മമ്മ കണ്ട പേടിക്കും. ഇത് യാമിക്കുട്ടി അല്ലേ, ഇതെന്താ ഒരു ഭൂതത്താന്റെ കുട്ടിയാണോ എന്നൊക്കെ പറയും. പ്ലീസ് പ്ലീസ്. ഞങ്ങൾ തന്നിക്കാനേ എന്തത് ഇതെന്താ പള്ളി കഴിഞ്ഞിട്ട് അമ്മാനി പണിയൊക്കെ കൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് ബിരിയാണി ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് പുതിയ കുപ്പായൊക്കെ മാറ്റിയിട്ട് കാണാം. ഞങ്ങൾ പുതിയ കുപ്പായൊക്കെ മാറ്റിയിട്ട് കാണാം. നോക്കട്ടെ കുപ്പായി ഉടനെ ബ്ലാക്ക് ഷൂ ഒക്കെ നീ സെലക്ട് ചെയ്തിട്ടു പോവാ. എന്താ ഈ കാട്ടറ് ആ പോവാ. കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ചെരുപ്പാക്ക് പറ്റിയിട്ടില്ല. ഉമ്മാക്ക് ഷാളുകൾ എത്ര ഉണ്ട്, എന്നാലും 1-2 ഷാളുകൾ ഇട്ടുള്ളൂ. തീരെ പറ്റിയില്ല. ദുബായിത്തെ ചെരുപ്പാണ് ചോന്ന എടുത്തേന്നൊക്കെ കരിയാണ് പുറത്തൊക്കെ വെച്ചോളൂ. രസല്ലേ മമ്മാന്റെ ചെരുപ്പ്? സൂപ്പറും ഫുഡൊക്കെ തന്നിട്ടുണ്ട്. ഓളം ബർത്ത്ഡേക്ക് പോകുമ്പോ ഇട്ട ചെരുപ്പ് ഓള് സൂപ്പറാന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊന്നും നോക്കാല്ല. അപ്പൊ ഞങ്ങള് മണ്ണാർക്കാടില്ലേ ബർത്ത്ഡേ കേക്ക് മുറിക്കണൊക്കെ ഞങ്ങൾ ഒന്നാണ് കേട്ടോ. കേക്ക് മുറിക്കാൻ പോവാണ് യാമിക്കുട്ടിന്റെ. കേക്ക് ഞങ്ങൾ ഐസിൻ ബേക്കറിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഐസിൻ ബേക്കറി ഞങ്ങളുടെ നാട്ടിലെ ബേക്കറി വായ കാണിച്ചു തരാം. നമ്മളെ സുഹൃത്തിന്റെ കടയും കൂടിയാണ് കേട്ടോ. ഐസിൻ ക്രീമി ഹബ്, ഇതാണ് ഞങ്ങളുടെ നാട്ടിലത്തെ കേക്ക് കട അല്ലേ. സുഹൃത്തിന്റെ കടയിൽ നിന്നാട്ട് നമ്മള് മറ്റേ കേക്കൊക്കെ മേടിച്ചു കൊണ്ടുപോകുന്നത്. ഇതൊക്കെ എന്താണ് ഗിഫ്റ്റിന്റെ ബോക്സുകളൊക്കെ, ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉള്ളത് അല്ലേ. ഗിഫ്റ്റ് ഹാമ്പറും കേക്കൊക്കെ ഉണ്ട്, ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ അല്ലേ. നേരെ വണ്ടിയിൽ ഇറങ്ങിയാൽ നമ്മളെ പള്ളി കോംപ്ലക്സ് നേരെ തിരിയാ, അവിടെ തന്നെയാണ് സംഭവം. ഉണ്ടാക്കാനുള്ളതുണ്ട്, കേക്ക് ഉണ്ടാക്കിയതുണ്ട്. ബർത്ത്ഡേ ഗിഫ്റ്റാ, ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അല്ലേ. ചെറിയൊരു സെലിബ്രേഷൻ ഒക്കെ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെ വന്ന് ഇവിടെ കേക്ക് കിട്ടിയ അല്ലേ.
ഇതാണ് ഞങ്ങൾ ഇന്ന് കൊണ്ടുപോകാൻ പോണ കേക്ക്. അവിടെ പോയിട്ട് മുറിക്കളട്ടോ. അതിന്റെ കത്തിയൊക്കെ അതിന്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഞങ്ങൾക്കുള്ള കേക്ക് റെഡി ആയിട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേക്കും കേക്കിന്റെ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും സെലിബ്രേഷനുള്ള ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ ഞങ്ങളെ ഹൈജീൻ ക്രീമി ഹബിക്ക് കൊണ്ടുവന്നിട്ട്. അമ്പതോളം പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് കേട്ടോ ഇത്. ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെയുള്ള കുട്ടികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കുട്ടികളെ മുഖമൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളൊക്കെ ചുറ്റിനും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങളെ വകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഓരോരുടെ കൂടെ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയതിലും ഒക്കെ ഒരു സന്തോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വേറൊരു സ്ഥാപനത്തിലാണ് പോയിരുന്നത്. അപ്പോൾ ഇപ്പോഴും അവിടുത്തെ അഡ്രസ്സും നമ്പറും ഒക്കെ ചോദിച്ചിട്ട് എല്ലാവരും വിളിക്കാറുണ്ട് കേട്ടോ. ഇതുപോലെ കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ. അപ്പോൾ ഇവരുടെയും നമ്പറും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഇതുപോലെ കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ കൊടുക്കാമല്ലോ. എന്താ ബർത്ത്ഡേ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് കുട്ടികളും എല്ലാരും തോർന്ന് അങ്ങനെയൊക്കെ ആകുമ്പോ ഭയങ്കര സന്തോഷല്ലേ. മനസ്സിൽ നല്ലൊരു ഇത് കിട്ടും. ഒന്നാമത്തെ ബർത്ത്ഡേ നമ്മൾ കോങ്ങാട്, രണ്ടാമത്തെ ബർത്ത്ഡേ നമ്മള് ഇപ്പൊ ഏതാ സ്ഥലത്തിന്റെ പേര്? കല്യാണക്കാപ്പില് ബീരാനൗലിയ. ഇവിടെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ്. 40 കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ യാമിന്റെ ബർത്ത്ഡേ കഴിഞ്ഞു അല്ലേ യാമി? പ്രാവിനെ നോക്കി ഇരിക്കുക. ഊഞ്ഞാല വന്നോ? അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടി ഇവിടെ നിന്ന് വാതിൽ വെക്കാൻ പോണ വേറെ കാലാണ് കേട്ടോ. വാതിൽ വെക്കുന്നത് മരുമോളാണ് കേട്ടോ. ഊഞ്ഞാലും നോക്കട്ടെ. നാളെ ഈ ഊഞ്ഞാലിന് ഒരു വൈകുണ്ടാവും. ആരാ? ബാബി. ബാബി ആരാണ്? എന്തൊക്കെ വർത്താനം? സുഖല്ലേ? അങ്ങനെ പേടില്ല ആളൊന്നല്ല. നേരെ കയറിക്കണ കിച്ചണിക്കാട്ടില്ല മക്കളെ. കിച്ചണിൽ ഞങ്ങള് രാത്രിക്കേക്കിനും നാളത്തേക്കിനും മറ്റന്നാക്കേക്കിനും ഒക്കെ ബിരിയാണി ഉണ്ടാക്കി വെച്ചിരുന്നു. ഒരു ചെമ്പ് ബിരിയാണി നോക്കുമ്പോ പകുതി ചെമ്പ് ബിരിയാണി കഴിഞ്ഞു. എന്തായാലും വന്നിട്ട് നേരെ അടുക്കളയ്ക്കാ കയറിക്കണത്. ആള് വന്നേക്ക് വിളിച്ചു അമ്മ എന്താ കഴിക്കാനുള്ളത്? ബിരിയാണി കഴിച്ചു വന്നിട്ട് അതെ അല്ലേ എന്തൊക്കെ രീതി കൊണ്ടുവന്നിക്കണ്. ആദ്യമൊക്കെ കാണിച്ചു തന്നിരുന്നോ? ശരി മേലഴുകിട്ടിട്ടോ അമ്മ. ഞാൻ നാളെ കുളിപ്പിച്ച് കുപ്പായൊക്കെ മാറ്റട്ടെ. നാളത്തേക്കുള്ള സമ്മാനൊക്കെ ആയിട്ടാട്ടോ നാത്തൂന് വന്നിട്ടുള്ളത്. കിട്ടിയില്ലേ? രാവിലെ മുതൽ ഇറങ്ങി നീന് വേണ്ടിട്ട്. അതെ, യുദ്ധം ചെയ്ത് നേടിയെടുത്ത് പോന്നോ? സത്യം പറയാൻ കൊറേ തിന്നു. ഇനി പോയി നോക്കി വെക്കണം. ബിരിയാണി എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ബിരിയാണിയുടെ പേരിനെ ഒന്നും പറയാത്ത ബിരിയാണി
ഒന്നും പറയാലെന്നാ പറയണ ഗിഫ്റ്റോ ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ല ഇതോളം അല്ലാതെ മേടിച്ചതാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതോളം കുറച്ച് മുമ്പ് മേടിച്ചിരുന്നു തോന്നുന്നുണ്ട് രാത്രി ഇടാനത്രേ. നാളെ ഇപ്പോ ഇവിടെ സജീവമായിട്ട് വേണ്ടി വരും. എന്തെല്ലാം പണികളാണെന്നറിയോ? ഊതാണ്ട് ഊതി വീർപ്പിക്കണം, അത് മേലെ കെട്ടണം. മേലെ കെട്ടാനൊക്കെ അന്നെ ഞങ്ങള് കണ്ടിരിക്കണത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചോറ് വിളമ്പുമ്പോ സപ്ലൈ കണക്കില്ലതാണ്. വെള്ളം കൊണ്ടേ കൊടുക്കൽ, അച്ചാറ് വിളമ്പല്, തൈര് വിളമ്പല്, ഇതൊക്കെ കണക്കില്ലാത്ത പണികളാണ്. കണക്ക് റെസ്റ്റ് ഇല്ല നാളെ. അതിനാ വന്നിക്കണത്. ഡ്രസ്സുകളാണ്. ഇതൊക്കെ എപ്പോഴത്തതാ? അന്നെടുത്തതാ? ഞാൻ കണ്ടിട്ടില്ലടി, എനിക്ക് ഓർമ്മയില്ലടി. ഇതിനായിട്ട് സ്പെഷ്യൽ നമ്മൾ സാധാരണ എന്താ ഫാമിലിയുടെ കവറ്, KMTയുടെ കവറ്, ഓൾ അതിനായിട്ട് കവറ് മേടിക്കും. അതിനായിട്ടുള്ള കവറ് മേടിച്ചു. സമ്മാനം അതാണ് നാളേക്കുള്ളത്. ഇത് വെറുതെ മേടിച്ചിരിക്കുകയാണ്. സമ്മാനം വേറെ ഉണ്ടോ? സമ്മാനം വേറെ ഉണ്ട്. നാളെ കാണാം. പേരക്കുട്ടിയുടെ മരുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? 2 വാക്കിൽ ഉത്തരം പറയൂ. പേരക്കുട്ടിനെയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല ഇഷ്ടമാണ് അമ്മക്ക്. നല്ല ഇഷ്ടാത്തര പേരക്കുട്ടി മരുമോള ഇടക്കിടക്ക് വിളിക്കലൊക്കെ ഉണ്ട്. ഇടക്കിടക്ക് വീഡിയോ കോള് വിളിക്കലുണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഒക്കെ പൊരിച്ച് പണിയായി. അപ്പൊ തന്നെ കൈ പിടിച്ചോളി. എന്താണോ ചായ കൊണ്ടോണ്ടി വരും, ഓർലിച്ച് കൊണ്ടോണ്ടി വരും, എല്ലാവരും കജ്ജിപ്പിടിച്ച് പോകാൻ. ഏതായാലും കിട്ടുന്ന പുറത്ത് കട്ടെ. പിന്നെ അത് പോകുള്ളൂ. ചായ കുടിച്ചാണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ 42ാമത്തെ വയസ്സിലത്തെ ഡെലിവറി കഴിഞ്ഞതിൻ്റെ 2ാം വാർഷികമാണ് കേട്ടോ. ആലോചിക്കുമ്പോൾ തന്നെ നല്ലൊരു അനുഗ്രഹീതമായൊരു ദിവസമായിരുന്നു കേട്ടോ. ആ ദിവസം എന്ന് മാത്രമല്ല, ഞാൻ പ്രഗ്നൻ്റ് ആയ മുതലുള്ള ഒരു പഠിച്ചോണ്ട് എനിക്ക് കഴിഞ്ഞു തന്നിട്ടുള്ള കുറച്ച് മാസങ്ങളും ദിവസങ്ങളൊക്കെ ആയിരുന്നു. അത് ഓർക്കുമ്പോൾ തന്നെ അത് എനിക്കറിയുള്ളത് എന്തൊരു നല്ല സമയങ്ങളായിരുന്നു. ആ ഒരു ഡോക്ടറെ കാണാൻ പോക്കും, ഓരോന്നും വന്നത് ദിവസങ്ങൾ. പിന്നെ ഈ ഒരു പ്രസവിച്ചതിൻ്റെ ദിവസം, അതൊക്കെ അത്രയും നല്ലൊരു പ്രഷ്യസ് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. നാളെയാണ് നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കേട്ടോ. ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെ എല്ലാവരും വിളിക്കുക, എല്ലാവരും കൂടാന്ന് പറഞ്ഞില്ലേ. 2 വീട്ടുകാരും ഒക്കെ ആയിട്ടുള്ള പ്ലാൻ ചെയ്ത ബർത്ത്ഡേ പാർട്ടി നാളെയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ആ വ്ലോഗൊക്കെ ആയിട്ട് നാളെ കാണാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.